നിങ്ങൾ ചിന്തിക്കുമല്ലെങ്കിൽ 11 വട്ടം ചൊല്ലാം. അത് ചൊല്ലിക്കഴിഞ്ഞാലോ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره. ഈ ദിക്റും സുജൂദിൽ ചൊല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് സമയം തല അവിടെ വെക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് രക്തം തലച്ചോറിന്റെ എല്ലാ ഭാഗത്തും എത്തും. അള്ളാഹ് ചെയ്യണത് എന്താ? പരിശുദ്ധമായ ഖുർആൻ ചെയ്യുന്നത് എന്താ? വിശ്വാസിയുടെ ആരോഗ്യ സംരക്ഷണം നടത്തുകയാണ്. ഒന്ന് ഭൗതിക ഒരുപാട് ഉദാഹരണം പറയണത് ഈ വിഷയം മനസ്സിലാവണമെങ്കിൽ. നമ്മൾ ഇന്ന് കൊടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ ഖുർആൻ വിശ്വാസിയുടെ രക്ഷാകവചമെന്നാണ്. ഞാനിത് പറഞ്ഞാൽ ഈ വിഷയം തന്നെ 2-3 ദിവസം പറയണം. അത് ഞാൻ പറഞ്ഞു 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഭൗതിക ലോകത്തവന്റെ വിശ്വാസിക്ക് രക്ഷയൊരുക്കുകയാണ് പരിശുദ്ധ ഖുർആൻ തെളിയിച്ച വഴി. ഇനി നിങ്ങൾ ചിന്തിക്കൂ, നിസ്കരിക്കുന്നതിന് മുമ്പ് വുളൂ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞു. എന്തിന് വുളൂ ചെയ്യാൻ പറഞ്ഞ? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? ഫഗ്സിലു വൈദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹകും വഅയ്ദിയകും മിനൽ മറാഫിഖ് വംസഹൂ ബിറൂസികും വഅർജുലകും മിനൽ കഅബൈൻ. നിസ്കരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയ വുളൂ ചെയ്യണം. എന്താ പറഞ്ഞത്? മുഖം കഴുകണം, 2 കൈമുട്ട് ഉൾപ്പെടെ കഴുകണം, തല തടവണം, ചെവി തടവണം, കാല് കഴുകണം എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാനല്ലേ? ഓർക്കുന്നത് ഹൃദയം കൊണ്ടാണല്ലോ. പിന്നെ എന്തിനാ അവയവങ്ങൾ കഴുകണമെന്ന് പറഞ്ഞത്? നല്ലപോലെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അവയവം കഴുകണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. ഏതവയവങ്ങൾ? സാധാരണ ഒരു മനുഷ്യന്റെ വെളിയിലുള്ള അവയവങ്ങൾ കഴുകണമെന്ന വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത്. ഞാൻ ഓർക്കുന്നു, കോഴിക്കോട് എയർപോർട്ടിൽ പന്നിപ്പനി വ്യാപകമായ സമയം ലോകത്ത്. കോഴിക്കോട്ട് എയർപോർട്ടിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടായി. വന്ന സമയം പിടിച്ചുവെച്ച മുഴുവൻ യാത്രികരെയും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പനിയുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൗണ്ടറിന്റെ മുമ്പിൽ ഒരു ബോർഡ് ഞാൻ ശ്രദ്ധിച്ചു. പന്നിപ്പനി ജാഗ്രത. പന്നിപ്പനിയിൽ നിന്ന് രക്ഷപ്പെടാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താ? ഒന്ന് പറഞ്ഞിരിക്കുന്നത് പനി ബാധിച്ച ആളുകളുമായി കൂടിക്കലരാതിരിക്കുക, രോഗം ബാധിച്ച ആളുകൾ കൂട്ടത്തിൽ നിന്ന് അവരെ മാറ്റി പ്രത്യേകം ശുശ്രൂഷിക്കുക. ഇങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തതിന്റെ താഴ്ഭാഗത്തുണ്ട് ഇടയ്ക്കിടയ്ക്ക് കയ്യും മുഖവും കഴുകിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കയ്യും മുഖവും കഴുകുക. ഞാനപ്പോ ചിന്തിച്ചോ, ഇടയ്ക്കിടയ്ക്ക് കയ്യും മുഖവും കഴുകാൻ പഠിപ്പിച്ച ഒരു മതം ലോകത്തുണ്ടോ? അത് വിശുദ്ധ ഇസ്ലാമാണ്. അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ? അത് വിശുദ്ധ ഖുർആനാണ്. എന്റെ സഹോദര, ഫഗ്സിലൂ വുജൂഹകും വഅയ്ദിയകും മിനൽ മറാഫിഖ്. നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈയും നിങ്ങൾ കഴുകണേ എന്ന് വിശുദ്ധമായ ഇസ്ലാം ഒരു ദിവസം 15 തവണ. ഖുർആൻ രക്ഷാകവചമാണ്. ആർക്ക്? വിശ്വാസിയെ രക്ഷപ്പെടുത്തുന്നു. ഏതെല്ലാം രീതിയിൽ? ഞാൻ ഈ 2 പറഞ്ഞതും ഭൗതികമാണ്. ഇനി ചിന്തിച്ചു നോക്കൂ. ഇവിടെ മാത്രമല്ല, നാളെ ബർസഖിയായ ലോകത്ത് നമ്മളൊക്കെ കടന്നു പോകാനുള്ള ലോകമാണല്ലോ അത്. ഉണ്ടെന്ന് പറയുന്നവനും ഇല്ലാത്തവനും കടന്നു പോകാനുള്ള ലോകമാണ് ഏത്? ബർസഖിയായ ലോകം. ഖബറിലെ ജീവിതം. ഖബറിൽ വിശ്വാസപരമായ കാര്യങ്ങളുള്ള ചോദ്യം കഴിഞ്ഞാൽ കർമ്മപരമായ കാര്യങ്ങളിലെ ആദ്യത്തെ വിഷയം അനിസ്വലാ, നിസ്കാരത്തിന്റെ കാര്യമായിരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലാന്ന് പറഞ്ഞാലും എല്ലാവരും വിധേയമാകണം ഇതിന്. ഉണ്ടെന്ന് പറയുന്നവരും ഇല്ലെന്ന് പറയുന്നവരും. കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പോയതാണ്. കാന യസ്തഈദു മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് റസൂലുള്ളാഹി കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ബർസഖിയായ ലോകത്ത് ചോദ്യങ്ങളുണ്ട്. ചെറിയ ഹിസാബതാണ്. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞതല്ലേ നമ്മളോട്? ജനങ്ങളെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞല്ലോ, യഖതറബ ലിന്നാസി ഹിസാബുഹും
വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്. ഏതാണ് ആ വിചാരണ? ഒന്ന് ഖബറിലുള്ള വിചാരണയാണ്. അവിടെ വെച്ച് പരിശോധനകളുണ്ട്. അമലുകളുടെ കാര്യത്തിൽ ആദ്യം പരിശോധിക്കുന്നത് അനിസ്വലാ, നിസ്കാരമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കൂ നിങ്ങൾ, ഒരാളോട് ഖുർആൻ ആദ്യമായി പറഞ്ഞത് നിസ്കാരം, അമലുകളിൽ നിന്ന് നിസ്കാരം മുറുകെ പിടിക്കുവാനാണ്. നിസ്കാരം മുറുകെ പിടിക്കുന്നതോടുകൂടെ അവന്റെ ഭൗതികമായ ജീവിതത്തിന് ആവശ്യമായ രക്ഷ നിസ്കാരത്തിലൂടെ അവന്റെ കൈവരിക്കാൻ കഴിയുകയാണ്. അതിലൂടെ ബർസഖിയായ ലോകത്തെ രക്ഷ. എന്നാലോ ശ്രദ്ധിക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുൻകർ നകീർ അലൈഹി വസ്സലാത്തു വസ്സലാം, നിസ്കാരത്തിന്റെ ബാബ് പരിശോധിക്കാൻ പറയും അല്ലാഹുവരോട്. നിസ്കാരത്തിന്റെ അധ്യായം കൃത്യമാണോ, ബാക്കിയുള്ളതൊക്കെ ഒന്നങ്ങ് നോക്കിപ്പോയാൽ മതിയെന്ന് അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുമത്രേ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇനി പാരത്രിക ലോകത്ത് ചെന്നാലോ, പാരത്രിക ലോകത്ത് ചെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ആദ്യമായി പറയുന്നതെന്താ? യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. നല്ലപോലെ ചിന്തിക്കണം എന്റെ സഹോദരാ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും സുന്ദരമായ, ഏറ്റവും നേരായ മാർഗമാ പരിശുദ്ധമായ ഖുർആൻ കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നിസ്കരിക്കണമെന്നില്ലല്ലോ, ജിമ്മിന് പോയാൽ പോരെ, എക്സസൈസ് ചെയ്താൽ പോരെ? ചിന്തിക്കൂ നിങ്ങൾ, ഒരേ ഒരു അമലിലൂടെ ഭൗതികമായ ലോകത്തെ രക്ഷ, ബർസഖിയായ ലോകത്തെ രക്ഷ, നാളെ പാരത്രിക ലോകത്തെ രക്ഷ. പാരത്രിക ലോകത്തെ രംഗമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ആ രംഗം ഓർമ്മപ്പെടുത്തുകയാണ്. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. ഖിയാമത്ത് നാളിൽ, നാളെ പരലോകത്ത് ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാൽ ആദ്യമായി സുജൂദ് ചെയ്യാനാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. മഹ്ശറയിൽ ചെന്ന് ആദ്യം പറയും, എല്ലാവരോടും റബ്ബ് പറയും, ഒന്ന് സുജൂദ് ചെയ്യൂ. ആദ്യം പറയും, ഒന്ന് സുജൂദ് ചെയ്യൂ. പരിശുദ്ധ ഖുർആൻ യൗമ യുക്ശഫു അൻ സാഖിൻ. ആളുകള് തുണിയൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞില്ലേ, തണ്ടങ്കാലുകൾ വെളിവാക്കപ്പെടുന്ന സമയം. യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദ്. അതായത് നമ്മൾ തുണി പൊക്കിപ്പിടിക്കലപ്പോഴാ ബേജാറായിട്ട് ഓടാൻ നിൽക്കുമ്പോഴാണ് ഓട്ടത്തിന് ഉഷാറ് കിട്ടാൻ ആ തുണി പൊക്കിപ്പിടിക്കാറുള്ളത്. ചിന്തിക്കണം ഖുർആന്റെ പ്രയോഗം. നാം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊ, അതേപോലെ ആളുകൾ നിൽക്കുന്ന രംഗം. വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. അവരോടെല്ലാവരോടും സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയും, മഹ്ശറയിലെ മുഴുവൻ ജനങ്ങളോടും. ഫലാ യസ്തതിഊൻ. മഹ്ശറയിൽ അല്ലാഹു ചെയ്യിപ്പിക്കുന്നത് സുജൂദാണ്, വേറെ അമലവിടെ ഇല്ല. ഫലാ യസ്തതിഊൻ. ഭൂമിയിൽ സുജൂദ് ചെയ്ത ശീലമുള്ള ആളുകൾക്ക് നാളെ മഹ്ശറയിൽ സുജൂദ് ചെയ്യാൻ കഴിയോ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. പരിശുദ്ധമായ ഖുർആൻ നമ്മെ വിളിക്കുന്നത് ഏറ്റവും ഋജുവായ മാർഗത്തിലേക്കാണ്, രക്ഷയുടെ വഴിയിലേക്കാണ്. പരിശുദ്ധ ഖുർആൻ രക്ഷാ കവചമായി മാറുന്നു മുഅ്മിനിന്. ഖുർആൻ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി അംഗീകരിച്ച ഖുർആൻ അവരെ രക്ഷപ്പെടുത്താനുണ്ടാവും. നമ്മളെ വിഷയം കുറെ പറയാനുള്ളതുകൊണ്ട് വേഗം ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ ചില ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സമയം പരിമിതമാണ്, കാരണം ഉദ്ഘാടനമൊക്കെ ആയതുകൊണ്ടാണ്. നാളെ ഒരു പ്രശ്നമില്ല, വയത് തുടങ്ങാൻ വേല അവസാനിക്കാം. 7 ദിവസം കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം, നാളത്തെ വിഷയം തന്നെ കുടുംബ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നാളെയും മറ്റന്നാളത്തെയും ചർച്ച അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, അതാ ഞാൻ പറഞ്ഞത്. കാരണം ലോകത്തിന്റെ കാഴ്ചപ്പാടൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ആളുകൾ ആ വിഷയത്തിൽ ബോധവാന്മാരാണ്. അതുകൊണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ, പരിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ, അതായിരിക്കും നമ്മുടെ ചർച്ച. നിങ്ങൾ നോക്കൂ, ഒരു നിസ്കാരത്തിന്റെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി സകാത്തുണ്ട്, നോമ്പുണ്ട്. സകാത്ത് എന്താ? സകാത്തിലൂടെ
രണ്ടാമത് പറഞ്ഞത് വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നമ്മൾ നൽകിയതിൽ നിന്ന് ചെലവ് ചെയ്യുന്ന ആളുകൾ